തിരുവനന്തപുരത്ത് സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയ യുവതികൾ പിടിയിൽ. രഹന, ജയസൂര്യ എന്നിവരാണ് പിടിയിലായത്. കഴക്കൂട്ടം സ്വദേശിയിൽ നിന്ന് 25 ലക്ഷത്തോളമാണ് തട്ടിയെടുത്തത്. മീര മനോഹരനാണ് നമ്മോടൊപ്പം ചെയ്യുന്നത്. മീര, ഇത്തരം തട്ടിപ്പുകാർ ഒരു തട്ടിപ്പുകൾ ഒരു തുടർക്കഥയാവുകയാണ്. സർക്കാർ ജോലിയൊക്കെ ഇങ്ങനെ വാഗ്ദാനം ചെയ്യുമ്പോൾ സ്വാഭാവികമായും ആരായാലും ഒന്ന് ആഗ്രഹിക്കും. എവിടുന്നാണ് ഇപ്പോൾ ഈ പരാതി ലഭിച്ചിരിക്കുന്നത്? അഞ്ജലി, തീർച്ചയായും തട്ടിപ്പുകൾ, പല വിധത്തിലുള്ള തട്ടിപ്പുകൾ നമ്മൾ കേൾക്കുന്നതാണ്. അത്തരത്തിലൊന്നാണ് ഇതും. സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് 25 ലക്ഷം രൂപ തട്ടിയെടുത്തത്. ഇപ്പോൾ നിലവിൽ കഴക്കൂട്ടം സ്വദേശിനിയുടെ പരാതിയിലാണ് അറസ്റ്റ് ഉൾപ്പെടെ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും 2 യുവതികൾ, കണിയാപുരം സ്വദേശിനിയായിട്ടുള്ള രഹന, മംഗലപുരം സ്വദേശിയായിട്ടുള്ള ജയസൂര്യ എന്നിവരെയാണ് കഴക്കൂട്ടം പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ നൽകിയ വാഗ്ദാനം എന്ന് പറഞ്ഞാൽ കൺട്രോൾ ബോർഡ്, പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലോ അതല്ലെങ്കിൽ അതിന് തത്തുല്യമായിട്ടുള്ള മറ്റേതെങ്കിലും സർക്കാർ സ്ഥാപനങ്ങളിലോ ജോലി നൽകുമെന്ന് ഉറപ്പുവരുത്തുകയായിരുന്നു. അതോടൊപ്പം തന്നെ പല ഘട്ടങ്ങളിലായിട്ടാണ് ഈ 25 ലക്ഷം രൂപ തട്ടിയെടുത്തത്. ഈ കഴക്കൂട്ടം സ്വദേശിനിയാണ് ഇവരുടെ ഈ ചതിയിൽ വീണുപോയത്. എന്തായാലും അവരുടെ പരാതിയിൽ കഴക്കൂട്ടം പോലീസാണ് ഇപ്പോൾ ഈ 2 യുവതികളെയും അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ശരി മീര, വ്യക്തമാണ്.